السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പണ്ഡിതന്മാർക്കും സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതട്ടെ. അള്ളാഹു ഖൈർ നൽകട്ടെ, നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഞാൻ ജമ്മ വിട്ടിട്ടില്ലായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് വിടാൻ സാധിച്ചില്ല. ആ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. പ്രതീക്ഷിച്ചിരുന്നതായിട്ട് രേഖയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് വിടട്ടെ. നമ്മുടെ ക്ലാസ് നമ്പർ 81. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ മനൂആത്തുകൾ പറയുന്നു. ആ മനൂആത്തുകളെ കുറിച്ച് പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കണ്ടേ? ആ മറുപടിയാ ഫയുജാബു അൻഹ. ആ മനൂആത്തുകളെ തൊട്ട് മറുപടി നൽകപ്പെടാം. എന്തുകൊണ്ട്? ബിദ്ദഫ്ഇലഹ. ആ മനൂആത്തുകളെല്ലാം ദഫ്അ് ചെയ്യുക. എന്തുകൊണ്ടാ ദഫ്അ് ചെയ്യേണ്ടത്? ബിമാ ഉരിഫ മിന തുർഖി ഫീ ദഫ്ഇഹാ. ആ മനൂആത്തുകളെ ദഫ്അ് ചെയ്യുന്നതിൽ അറിയപ്പെട്ട എന്തെല്ലാം വഴികളുണ്ടോ അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ദഫ്അ് ചെയ്യേണ്ടത്. ആ അറിയപ്പെട്ട വഴിയിലൂടെ ആയിരിക്കണം ദഫ്അ് ചെയ്തിട്ട് ഉത്തരം കൊടുക്കേണ്ടത്. ഇന്നുരീദാലിക്ക, അത് മുഴുവത്തിനെയും എന്താണ് ദഫ്അ് ചെയ്യുവാൻ ഉദ്ദേശിക്കപ്പെടുന്നു എങ്കിൽ അങ്ങനെയാണ്. വയില്ല, എല്ലാത്തിനെയും ദഫ്അ് ചെയ്യാൻ, എല്ലാ മനൂആത്തുകളെയും ദഫ്അ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലോ എന്നാ പിന്നെ ഇഖ്തിസാറു, ചുരുക്കിയാ മതിയാകും. അലാ ദഫ്ഇൽ അഖീരി മിൻഹ. ആ മനൂആത്തുകളിൽ നിന്ന് ഏതാണോ അവസാനമെങ്കിൽ അതിനെ മാത്രം ദഫ്അ് ചെയ്ത് ചുരുക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനും ചെയ്യുക. രണ്ടിലൊരു മാർഗമാണ്. ഇങ്ങനെ അറിയപ്പെട്ട തുർക്കിലൂടെ ആയിരിക്കണം ആ മനൂആത്തുകളെ ദഫ്അ് ചെയ്തും കൊണ്ട് ഉത്തരം നൽകേണ്ടെന്ന് പറയുമ്പോ ഒമിൻ സമ്മ, ഇക്കാരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയാമോ? ആ മനൂആത്തുകളെ തൊട്ട് മറുപടി നൽകുന്നുണ്ട്. അത്തരം മറുപടികളിൽ നിന്ന് അറിയപ്പെട്ടതായ ഒരു ജവാസ് ഉണ്ട്. അത്തരം ജവാസാണ് ഒമിൻ സമ്മ, ഇവിടത്തിൽ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പിന്നെ പറഞ്ഞു ഐ മിൻ നജ്രി ദാലിക, അത്തരം ജവാബുകളിൽ നിന്ന് അറിയപ്പെട്ടതായിരിക്കുന്ന ജവാസ് ഉണ്ടാവുമ്പോൾ അക്കാരണത്തിന് വേണ്ടി ഒരിഫ ജവാസു ഈറാദിൽ മുആറളാത്തി. അപ്പൊ ഈത്റാദുകളെ കൊണ്ടുവരൽ ജായിസാണ് എന്നറിയപ്പെട്ടല്ലോ. അറിയപ്പെട്ട തുർക്കിലൂടെ എന്തായിരിക്കണം? മനൂആത്തുകളെ ദഫ്അ് ചെയ്തുകൊണ്ട് ഉത്തരം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് അറിയപ്പെടുമ്പോൾ എന്ത് കിട്ടിയെന്നറിയാമോ? അത്തരം ദഫ്അ് നടക്കുമ്പോ മുആറളാത്തുകളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അറിയപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെ? മിന്നോയിൻ, ഒരു ഇനത്തിൽ തന്നെ മുആറളാത്തുകളെ കൊണ്ടുവരാം. ഒരു ഇനത്തിൽപ്പെട്ടതായിരിക്കുന്ന മുആറളാത്തുകളെ കൊണ്ടുവരാം. ആ ഇനം ഏതുപോലൊക്കെ നഖലുകൾ പോലെ കൊണ്ടുവരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവൽ മുആറളാത്തി ബിൽ അസ്ലി, അസ്ലിലുള്ളതായിരിക്കുന്ന മുആറളാത്തുകളെ കൊണ്ടുവരാം. അവിൽ ഫർഇ, അല്ലെങ്കിൽ ഫർഇലുള്ളതായിരിക്കുന്ന മുആറളാത്ത്. അങ്ങനെ അസ്ലിലോ ഫർഇലോ ഉള്ളതായിരിക്കുന്ന മുആറളാത്ത്, അല്ലെങ്കിൽ നുഖൂല് പോലെയുള്ള നൗഇ, ഇത്തരം നൗഇൽപ്പെട്ടതായിരിക്കുന്ന ഈത്റാദാത്തുകൾ, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയപ്പെട്ടു പോയി കഴിഞ്ഞു. അസ്ലിലുള്ള മുആറളത്ത് എങ്ങനെയെന്ന് ചോദിച്ചാല്, അസ്ലിൽ ഒരു ഖുസൂസിയത്തിനെ വെളിവാക്കുക, എന്നിട്ട് ആ ഖുസൂസിയത്തിനെ ആ ഹുക്കുമിന്റെ ഇല്ലത്തിലാക്കുക. അങ്ങനെ ഇല്ലത്തിലാക്കുമ്പോൾ ആ ഖുസൂസിയത്ത് എന്താവണം? ആ ഹുക്കുമിനോട് ഷർത്താക്കുക. ഇങ്ങനെയാണ് അവിടെയുള്ള ഇത്റാദ് കൊണ്ടുവരിക. ഫർഇലുള്ള മുആറളത്ത് എങ്ങനെയെന്ന് ചോദിച്ചാല്, ഫർഇലുള്ള ഖുസൂസിയത്തിനെ വെളിവാക്കുക. ആ ഫർഇലുള്ളതായിരിക്കുന്ന ഖുസൂസിയത്ത് വെക്കുമ്പോ ഹുക്കുമിന് മാനിയാണ് ആ ഖുസൂസിയത്തിനെ. ഇങ്ങനെയൊക്കെ മുആറളയാക്കിയിട്ട് കൊണ്ടുവരാം. കാരണം അന്നഹ, നിശ്ചയമായിട്ടും ഈ ഇത്റാദാത്തുകള് കസുആലി വാഹിദിൻ, ഒരൊറ്റ ചോദ്യം പോലെയാണ്, ഒരൊറ്റ ഇത്റാദ് പോലെയാണ് ഇതെല്ലാം കൂടി. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഇനത്തിൽപ്പെട്ട ഈത്റാദാത്തുകളെ കൊണ്ടുവന്നാൽ മതി. മുറത്തിബത്തങ്കാനത്ത് അവരാ ആ ഈത്റാദാത്തുകള് ക്രമീകരിക്കപ്പെടണോ ക്രമീകരിക്കപ്പെടാതിരിക്കുക എന്തോ ആവട്ടെ, എങ്ങനെയായാലും വേണ്ടില്ല, ഒക്കെപ്പാട് കൂടുമ്പോൾ ഒറ്റ ചോദ്യം ആകുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഇനത്തിൽപ്പെട്ട ഈത്റാദാത്തുകൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് അറിയപ്പെട്ടത്.
വകദ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ജായിസാകും യജൂസു ഇറാദുൽ മുആറളാത്തി മിൻ അൻവാഇൻ ഒരു ഇനത്തിൽപ്പെട്ടതായിരിക്കണം എന്നല്ല പല ഇനങ്ങളിലുള്ളതായ മുആറളാത്തുകളെ കൊണ്ടുവരാൻ പറ്റും. പല ഇനങ്ങൾ എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നഖ്ള് പോലൊരിനം വഅദ്മു തഅ്സീരി മറ്റൊരിനം തഅ്സീറില്ല ഇല്ലത്ത് ഫലം വരുത്തുന്നില്ല മറ്റൊരു ഇനം മുആറളാത്ത് ഇങ്ങനെ 3 ഇനം പറഞ്ഞല്ലേ ഇവിടെ. ഇങ്ങനെയുള്ള ഇനങ്ങളിൽ നിന്നും എന്തു കൊണ്ടുവരാം? ഇത്റാദാത്തുകൾ കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ ജായിസാണ് എന്ന് കിട്ടി. ഇനി വൈൻകാലത്ത് മുതറത്തിബത്തൻ അത് ക്രമീകരിക്കപ്പെട്ടതായാലും ശരി, ക്രമീകരിക്കപ്പെട്ടതാണെങ്കിൽ പോലും പല ഇനങ്ങളിലുള്ളതായ മുആറളാത്തുകൾ കൊണ്ടുവരാം, ഇത്റാദുകൾ കൊണ്ടുവരാം, അതിന് വിരോധമില്ല. അതായത് യസ്തദിഇ താലിഹ അങ്ങനെ പറ്റുമെന്നല്ലേ പറഞ്ഞത്? യസ്തദിഇ താലിഹ അതിനോട് ഒരു ഇത്റാദ് കൊണ്ടുവന്നപ്പോ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഇത്റാദ് തേടുന്നു. എന്ത് തേടുന്നു? തസ്ലീം അതുരുബിഹി ഈ അടുപ്പിക്കപ്പെട്ടത് ഏതാണോ അത് എന്താവുന്നു? സമ്മതിക്കലിനെ തേടുന്നു. അപ്പൊ ആദ്യം ഒരു ഇത്റാദ് കൊണ്ടുവന്നു, എന്നിട്ട് രണ്ടാമത് കൊണ്ടുവരുന്നു. രണ്ടാമത് കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ ആ ഇത്റാദിനെ സമ്മതിക്കുന്ന രൂപത്തിലാണ് രണ്ടാമത്തത് വരുന്നത്. എന്തുകൊണ്ടാണത് അങ്ങനെ പറയാൻ കാരണം? അന്ന തസ്ലീമഹു തഖ്ദീരിയുൻ ഈ മുത്തറത്തിബായ രീതിയിലുള്ളതായ ജവാസിന് പറ്റുന്നല്ലേ പറഞ്ഞ മുത്തറത്തിബാണെങ്കിലും അതിന് പറ്റുന്ന ഇല്ലത്താണ് ഈ പറയുന്നത്. എന്ത്? അവൻ സമ്മതിക്കുക, താലി സമ്മതിക്കുക എന്നുള്ളത് തഖ്ദീരിയയാണ്. തഖ്ദീരി എന്ന നിലക്കുള്ളതാണ് ആ കണക്ക്. അപ്പൊ അവിടെ മൻഇ എന്ന് പറയും യഥാർത്ഥത്തിൽ ഉണ്ടാകും സമ്മതിച്ചാലും. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ലാ യജൂസു ജായിസാകൂല മിൻ അൻവാഇൻ പല ഇനങ്ങളിൽ നിന്നുള്ളതായ ഇത്റാദാത്തുകൾ കൊണ്ടുവരാൻ പറ്റൂല. പറ്റുന്ന ശരിയല്ല. ലിൽ ഇന്തിഷാരി ഇവിടെ ഇന്തിഷാർ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറ്റൂല എന്ന് പറയുന്നത്. എല്ലാത്തിനെയും എന്ത് ചെയ്യേണ്ടി വരും? ദഫ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇന്തിഷാർ വരും. അപ്പൊ അത് ബുദ്ധിമുട്ടല്ല, അപ്പൊ അത് വേണ്ട. എങ്കിൽ മൂന്നാമത്തെ കൗലെന്ത് പറയാം? തഫ്സീർ അങ്ങനെ ഒറ്റയടിക്ക് സ്വീകരിക്കൂന്നൊന്നും പറയണ്ട, അവിടെ വിശദീകരണമുണ്ട്. നോക്കാപ്പോ യജൂസു ഈ പറഞ്ഞ ഈറാദ് പറ്റും, പല ഇനങ്ങളിലുള്ള ഇത്റാദാത്തുകളെ കൊണ്ടുവരാൻ പറ്റും. ഈ വൈരിൽ മുതറത്തിബത്തി ക്രമീകരിക്കപ്പെടാത്തതിലാ പറ്റുന്നത്. ക്രമീകരിക്കപ്പെടാത്തതാണെങ്കിൽ അതിൽ പറ്റും. ദൂരിൽ മുതറത്തിബത്തി ക്രമീകരണം ഉള്ളതിൽ പറ്റൂല. കാരണം അന്നമ ഖബലൽ അഖീരി അവസാനത്തതിന്റെ മുമ്പുള്ളത് എവിടെ? ബിൽ മുതറത്തിബത്തി ക്രമീകരിച്ചു കൊണ്ടുവരുന്നതായ ഇത്റാദാത്തുകളിൽ അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ളത് മുസല്ലമൻ അത് സമ്മതിക്കപ്പെട്ടതായിരിക്കും. തർത്തീബിലാവുമ്പോ പറ്റൂല, വേറെ മുത്തറത്തിലുണ്ടാവൂല. ഫദിക്റുഹു അങ്ങനെ സമ്മതിക്കപ്പെടും എന്ന് വരുമ്പോൾ പിന്നെ അതിനെ പറയുന്നത് ലാ എന്നത് വെറുതെ അല്ലേ? അങ്ങനെയാണോ? നവദുഫിയ അതിനെ തടുക്കപ്പെട്ടു, അത് പറഞ്ഞ ശരിയല്ല. അന്ന തസ്ലീമഹു തഖ്ദീരിയുൻ അത് തഖ്ദീരിയാണല്ലോ തസ്ലീം എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ തട്ടിക്കളഞ്ഞു. കമാ ഖാല മുസന്നിഫു മുസന്നിഫ് പറഞ്ഞത് അങ്ങനെയാണല്ലോ. ലി അന്ന തസ്ലീമഹു തഖ്ദീരിയുൻ എന്നതുപോലെ. ലാ തഹഖീഖിയുൻ നിങ്ങൾ പറഞ്ഞതുപോലെ തഹഖീഖാവുന്നല്ല, തഹഖീഖ് ഇല്ല ഇവിടെ തഖ്ദീരിയുള്ളൂ. അപ്പൊ പിന്നെ അതിനെ പറ്റി ചർച്ച ചെയ്യാനില്ലല്ലോ. അപ്പോൾ ലായാവുന്ന പേടില്ല. മിസാലുൻ നൗഇ ഇനി നൗഇനുള്ള ഉദാഹരണം എങ്ങനെയാ? അയ്യുഖാല പറയപ്പെടുക മാ ഒന്ന് ദക്കറ മുസ്തദില് പറഞ്ഞതായ ഒന്ന് എന്ത്? അന്നുഹു ഇല്ലത്തുൻ അത് ഇല്ലത്താണെന്നല്ലേ മുസ്തദില് പറഞ്ഞത്. അതൊരു ഇനമാണെങ്കിൽ മൻഖൂലും ബി കഥ ഇന്നത് കൊണ്ട് നഖ്ല് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇനമായി ഒരു ഇത്റാദായി. വ മൻഖൂലും ബി കഥ ഇന്നത് കൊണ്ട് നഖ്ല് ചെയ്യപ്പെട്ടത് 2. ഔ മുആരിദുൻ ബി കഥ അല്ലെങ്കിൽ ഇന്നത് കൊണ്ട് ഇത്റാദ് ചെയ്യപ്പെട്ടതാണ് 3. അപ്പൊ എന്താക്കാം? ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ ഇല്ലത്ത് മുസ്തദില് കൊണ്ടുവന്ന ഇല്ലത്ത് ശരിയല്ല, ആ വസ്ഫ് ഇല്ലത്താകല്ല ശരിയല്ല, അത് നഖ്ല് ചെയ്യപ്പെട്ടതാണ്. എന്തുകൊണ്ട്? നഖ്ല് കൊണ്ട് തന്നെ അതിനെ എതിർത്തു. അല്ലെങ്കിൽ രണ്ടാമത് നഖ്ല് ചെയ്തത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തിനും അത് അദ്മു തഅ്സീറാണെന്ന് പറയാം. അല്ലെങ്കിൽ മൂന്നാമതായി പറയുക മുആറളായിട്ട് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊരു ഇനമാണ്, ഒരൊറ്റ ഇനമാണ്. അതിൽ തന്നെ നഖ്ല്, ആ നഖ്ല് ഇന്നാലിന്റെ നഖ്ല് ഇന്നാലിന്റെ നഖ്ല് ഇങ്ങനെ കൊണ്ട് കൊണ്ടുപോകുന്നു.
അത് നഖലിന്റെ ഇനങ്ങളാണ്. ഇനി അൻവായിന്റെ ഇനം നോക്കാം. വൈറുൽ മുത്തറത്തിബത്തി, ആദ്യം പറഞ്ഞ മുത്തറത്തിബായതിന്റെ ആണ്. മുത്തറത്തിബാവാത്ത പല അൻവാകളുണ്ട്. അതിന്റെ ഉദാഹരണം അയ്യുക്കാല പറയലാണ് ഹാദൽ വസ്ഫു, ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന ഈ വസ്ഫുണ്ടല്ലോ അത് മൻഖൂദ് നഖൽ ചെയ്യപ്പെട്ടതാണ്. ബിക്കഥ ഇന്നൂടെ നഖൽ ചെയ്യപ്പെട്ടു. വൈരി മുഅസ്സിരിൻ നഖലാണ്. വൈറു മുഅസ്സിരിൻ അത് ഫലം വരുത്താത്തതാണ്. ഇന്നാലിതിന് വേണ്ടിയും ഇവിടെ പല രണ്ടിനം കൊണ്ടുവന്നു. ഒന്ന് നഖൽ, ഒന്ന് വൈറു മുഅസ്സിർ, ഇങ്ങനെ കൊണ്ടുവരാം. ഇനി മിസാൽ അൻവായിൽ മുത്തറത്തിബത്തി, അപ്പൊ വൈറു മുത്തറത്തിബത്തിനാ പറഞ്ഞത്. ഇനി നമുക്ക് മുത്തറത്തിബായ ഇനങ്ങളുണ്ട്. ആ മുത്തറത്തിബായ ഇനങ്ങളുടെ ഉദാഹരണം അയ്യുക്കാല പറയലാണ്. എന്ത് പറയണം? അന്നമ്മ മുസ്തദില് പറഞ്ഞ ഒന്ന് മിനൽ വസ്ഫി വസ്ഫിനാൽ വൈറു മൗജൂദത്തിമിൽ അസ്ലി, അത് അസ്ലില്ലല്ലോ എന്ന് പറയാം. ഇനി അസിൽ ഉണ്ടെന്ന് വെക്കുക. ഒലയിൻ സ്വല്യമ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ പോവാ മുആറളും ബി കഥ, അത് ഇന്നതുകൊണ്ട് എതിർക്കപ്പെട്ടതാണല്ലോ. ഇവിടെ തെർത്തീബായി. ഇങ്ങനെയുള്ള ഇനങ്ങൾ ഈ രൂപത്തിൽ കൊണ്ടുവരാം, എങ്ങനെയും കൊണ്ടുവരാം. അവിടെ കഴിഞ്ഞു. ഒമിൻഹ അവാദികളിൽപ്പെട്ടതാണല്ലോ ഇഖ്തിലാഫുല്ലാബിത്തി ബിൽ അസ്ലി വൽ ഫർഇ, അസ്ലി ഫർഇ അഥവാ മഖീസ് മഖീസ് അലി, ഇവയിൽ ലാബിത്ത് എന്നുള്ളത് എതിരാവുക. എന്തുകൊണ്ട് ലാബിത്ത് എതിരാകുമ്പോൾ ഖാദിയിൽപ്പെട്ടെന്ന് പറയുന്നു? അതിൽ അദിമി സിഖത്തി ഉറപ്പില്ലാത്തതിന് വേണ്ടി ഫീഹി ഫർഇൽ, ഫർഇൽ അത് ഉറപ്പില്ലല്ലോ, അതുകൊണ്ടാണ് ഫർഇലും ലാബിത്ത് ഇഖ്തിലാഫാവുക എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഉറപ്പില്ലാതെയായി? ബിൽ ജാമിഇ മഖീസ് അലൈഹിലുള്ള അതേ ഇത് ഫർഇൽ ജാമിയാവുക എന്നുള്ള കാര്യം ഉറപ്പില്ല, അതാണ് ഇഖ്തിലാഫായത്. വുജൂദൻ വ മുസാവാത്തൻ, ഫർഇൽ വുജൂദൻ നിൽക്കില്ല, മുസാവാത്തൻ നിൽക്കും, എന്തില്ല? ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ ഇഖ്തിലാഫാകും. അപ്പൊ ഖവാദികൾ പറ്റൂല. അപ്പൊ അസ്ലുള്ള ദാബിത്ത് ഇഖ്തിലാഫായി, ഫർഇലുള്ളതും ഇഖ്തിലാഫായി. ഫർഇലുള്ളത് ഇഖ്തിലാഫും അസ്ലും ഇഖ്തിലാഫാവുക എന്നുള്ളത് എങ്ങനെയാന്ന് വെച്ചാല് ഫർഇൽ ഉറപ്പില്ല ജാമ്യ വെക്കുമ്പോ, വുജൂദ് നിൽക്കില്ല, മുസാവാത്തും നിൽക്കില്ല. ഏതുപോലെ കമാ ജവാബി, മറുപടിയിൽ നിന്ന് അറിയപ്പെടും പോലെ. മറുപടിയിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയാണല്ലോ. മറുപടിയിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയാണ് എന്നപ്പോ പറഞ്ഞത്. കാല പറയപ്പെടും പോലെ ഉദാഹരണമായിട്ട് ഫി സുഹൂദ് സൂരി കള്ളസാക്ഷിയിൽ ബിൽ ഖത്ലി കൊന്നു എന്നതുകൊണ്ടുള്ള കള്ളസാക്ഷിയിൽ പറയുക എന്ത്? തസബ്ബബു അവരെല്ലാവരും കാരണക്കാരായി, ബിൽ ഖത്ലി ഇവനെ കൊല്ലുന്ന കാര്യത്തിൽ എല്ലാവരും കാരണക്കാരായി എന്ന് കളവ് അല്ല ഖത്ല് കൊണ്ട് വധത്തെ കൊണ്ട് കള്ളസാക്ഷി നിൽക്കുന്നതിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്താകുമ്പോ യജിബു അലൈഹിം ഇവരൊക്കെ കാരണക്കാരായതുകൊണ്ട് അവരുടെ മേലിൽ നിർബന്ധമാണ്. അൽ ഖിസാസു പ്രതികാരം നിർബന്ധമാണ് എന്ന് പറയാം. ഏതുപോലെയാണ് ഖിയാസ് കൽ മുക്രിഹി നിർബന്ധിപ്പിച്ചവനെ പോലെ വൈറുഹു മറ്റൊരാളെ അയൽ ഖത്ലി കൊല്ലലിന്റെ മേലിൽ ഇവരോട് പറഞ്ഞു പോയി കൊല്ലടാന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ചു. അങ്ങനെ പോയി അവൻ കൊന്നു. അങ്ങനെ വരുമ്പോൾ ആ കൊന്നവന്റെ കൂടെ ഈ മുക്രിയും കൂടൂലേ എന്നതാണ് മഖീസ് അലിന്റെ വിധിയുള്ളത്. അതേമാതിരി എല്ലാവരും കൂടി ഒരാളെ കൊന്നാൽ അവരെല്ലാവരും എന്തായി? പ്രതികാരം ചെയ്ത് നിർബന്ധമായി എന്നതാണ് വിഷയം. അതിലാണ് സാക്ഷി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ തസബ്ബബു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഖിയാസ് ഫയുഅ്തറളു ഇവിടെ എതിർക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ബി അന്നല്ലാബിത്ത ബിൽ അസ്ലി, അസ്ലിൽ ഉള്ള ലാബിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മുക്രിഹ്. അതിലുള്ള ലാബിത്ത് അത് അൽ ഇക്റാഹു നിർബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ ഫർഇലേക്ക് കൊണ്ടുവന്നു. ഒഫിൽ ഫർഇലുള്ള ലാബിത്താണെങ്കിൽ അവിടെ ഷഹാദത്തുമാണ്. അപ്പോ ഫർഇൽ ഷഹാദത്ത് ലാബിത്ത്, അസ്ലിൽ ലാബിത്ത് ഇക്റ രണ്ടും വൈരുദ്ധ്യമായിരേ. ഇങ്ങനെ വരുമ്പോൾ അസ്ലിന്റെ വിധി ഫർഇന് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ഇല്ലത്ത് വൈരുദ്ധ്യങ്ങളുമായി വന്നു. അപ്പൊ അയിന ജാമ്യം ബൈനഹുമ, അപ്പോൾ അസ്ലിന്റെയും ഫർഇന്റെയും എവിടെ ജാമ്യം നടക്കൂല. ഇത് രണ്ടും അസ്ലും ഫറും കൂറായാലും എന്ത് വിഷയത്ത്? ഉദ്ദേശിക്കപ്പെട്ടതിലേക്ക് ചേർക്കുന്ന കാര്യത്തിൽ രണ്ട് പേരും അല്ല ഫസ്ലും ഫറും കൂറായാൽ ഫഅൈന മുസാവാത്തുൽ ലബ്തി
ഓവറാകുകയാണെങ്കിൽ അതിനെ മുസാവാത്തു ലബ്ത്തിൽ ഫർഇ ലാബത്തിൽ ഫർഇ ലാബത്തിൽ അസ്ലി ഫീ ദാലിക ആ ഇഫ്ലാഇൽ അസ്ലിന്റെ ലാബിത്തിനോട് ഫർഇന്റെ ലാബിത്ത് മുസാവാത്താവുക എന്നുള്ളത് എവിടെയാണ്? ഇങ്ങനെ രണ്ട് പരിപാടിയാ. ബൈനല്ലാബിത്തേനി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാനുള്ള എന്താ അറിയാമോ? സഹാത്ത് സൂറ് അവിടെയുള്ള ജാമ്യം എന്താ? രണ്ടിന്റെയും കാരണം ഈ രണ്ട് കാരണത്തിന്റെയും ജാമ്യം അവിടെ ഇല്ല. ഒന്ന് ഇക്റാഹ് ഷഹാദത്ത് പറഞ്ഞല്ലോ, അതില്ല. ആവട്ടെ ഇഫ്ലാ എന്ന് വെച്ചാൽ ഇഫ്ലാഹു ദാബിത്ത്. ഏതുപോലെ ഇഫ്ലാഹു ദാബിത്തിന് ഉദാഹരണം ഫർഇൽ ഷഹാദത്ത് എന്ന് വെക്കാം. അതെന്താണെന്നറിയാമോ? മുസാബിൽ ഇഫ്ലാഹി ദാബിത്തി ബിൽ അസ്ലി അസ്ലിലുള്ളതായ ലാബിത്തിനോട് സമമാവുക, ഇഫ്ലാഹിനോട് സമമാവുക. ഏതുപോലെ കൽ ഇക്റാഹി അസ്ലുള്ളത് ഇക്റാഹാണ്. അപ്പോ ഫർഇന്റെ ലാബിത്തിന്റെ ഇഫ്ലാഹ് അത് ഷഹാദത്ത്. ഹുക്മ് തർത്തീബായി കിട്ടലാണ്. ഹുക്മ് എന്താ? അവിടെ ഖിസാസ് ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഖിസാസ് നിർബന്ധമാക്കിയത് എന്താ? ഹിഫ്ളുൻ നഫ്സാണ്. അത് ഏതുപോലെ ഇഫ്ലാഹി എന്നറിയാമോ? അസ്ലുള്ള ലാബിത്തുള്ള ഇഫ്ലാഹ് പോലെയാണ്. അസ്ലുള്ള ഇഫ്ലാഹ് എന്താണ്? ഇക്റാഹാണ്. ഇക്റാഹിലുള്ളത് എന്താണെന്നറിയാമോ? ബൽ വബിൽ ഫർഇ അർജഹു. ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഇത് രണ്ടും സമമാവുക എന്നുള്ളത് എവിടെയാണ്? ഫർഇൽ ഷഹാദത്തും അസ്ലിലുള്ള ലാബിത്ത് ഇക്റാഹുമാണ്. ഇത് രണ്ടിന്റെ ലാബിത്തും മുസാവാത്താവുക എന്നുള്ളത് എവിടെയാണ് നമ്മൾ ചോദിച്ചത്. ഇനി വജവാബുഹു ഇതിന് കൊടുക്കണ മറുപടി ബി അന്നഹു അൽ ജാമ്യ. ഇവിടെയുള്ള ജാമ്യ എന്താ അറിയോ? ഖദർ മുസ്തറക്കാണ്. ബൈനൽ ലാബിത്തൈനി രണ്ട് ലാബിത്തിന്റെയും കൂടി ഇടയിലുള്ളത് ഇവിടെ ഖദർ മുസ്തറക്കാണെന്ന് പറയാം. ഏതുപോലെ കൽ മുതസബ്ബിബിൽ ഖത്ലി കൊല്ലുന്ന കാര്യത്തിൽ കാരണക്കാരാവുക, തസബ്ബുവാവുക, കാരണമുണ്ടാവുക. ഫീമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതിലുള്ള കൊലയിൽ എന്താവുക എന്നറിയാമോ? കാരണമാവുക എന്നുള്ളത് പോലത്തെ ലാബിത്ത്. ഇത്തരം ലാബിത്തിന്റെ ഇടയിൽ എന്താണ് ഖദർ മുസ്തറക്ക് ഉണ്ടാവുക? ഓഹുവ ആ ഖദർ മുസ്തറക്കിന്റെ കോലം പറഞ്ഞ തസബ്ബ് കിട്ടോ. ഖദർ മുസ്തറക്ക് ഏതുപോലെ എന്ന് വെച്ചാൽ കൊല്ലുന്ന കാര്യത്തിൽ തസബ്ബ് പറഞ്ഞില്ലേ എന്നതുപോലെ. അത് മുള്ളബിത്തുൻ അത് ക്ലിപ്തമായ ഒന്ന് തന്നെയല്ല ഉറുഫൻ സാധാരണഗതിയിൽ അങ്ങനത്തെ മറുപടി കൊടുക്കുക. ഇപ്പോ കൊല്ലൽ നിർബന്ധം, കൊല്ലൽ കാരണക്കാരായാൽ എന്ത് ചെയ്യുന്നറിയാമോ? അവരൊക്കെ കൊല്ലണം. അവർ കൊല്ലാൻ കാരണക്കാരായാലും അതുകൊണ്ട് പ്രതികാരം ചെയ്ത് നിർബന്ധമായതാ. അവിടെ തസബ്ബുമാണ് ലാബിത്ത്. അതേ ലാബിത്ത് തസബ്ബുമാക്കുമ്പോ ആ തസബ്ബ് എവിടെയില്ല? ഫർഇലില്ല. ഫർഇൽ സാധു സൂറല്ലേ. അപ്പൊ നിങ്ങൾ മുസാവാത്താണ് ചോദിക്കട്ടെ. ഖദർ മുസ്തറക്ക് അവിടെയും ഖിസാസ് നടത്താനുള്ള തസബ്ബ് എന്താണ്? അതല്ലേ, ആ തസബ്ബ് നോക്കുക. അത്രയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മറുപടി കൊടുക്കാൻ അന്നൽ ഇഫ്ലാ. ഇവിടെ ഇഫ്ലാ എന്ന് പറയുന്ന പരിപാടി സമമാണ് എന്നതുകൊണ്ട്, അതായത് ഇഫ്ലാഉ ലാബിത്തി ലാബിത്തിന്റെ ഇഫ്ലാ എവിടെയുള്ള ഫിൽ ഫർഇ ഫർഇലുള്ള ലാബിത്തിന്റെ ഇഫ്ലാ. അപ്പൊ ഫർഇലുള്ള ലാബിത്ത് ഇപ്പൊ എന്താന്ന് ചോദിച്ചാല് ഷഹാദത്തല്ലേ. ആ ഷഹാദത്ത് അസ്ലിലുള്ള ലാബിത്ത് അവിടെ ആ ലാബിത്തിന്റെ ഇഫ്ലാ ഇലൽ മഖ്സൂദി. മഖ്സൂദ് ഇവിടെ എന്താണ്? ഇഫ്ളുൻ നഫ്സ് അല്ലേ. ഇഫ്ളുൻ നഫ്സാണ് മഖ്സൂദാവുക. ആ മഖ്സൂദിലേക്ക് ചേർക്കുക. ആ മഖ്സൂദിലേക്ക് ഫർഇലുള്ള ലാബിത്തിനെ ചേർക്കുക എന്നുള്ളത് മുസാബിൻ അത് സമമായതാണല്ലോ. ലാബിത്തിലുള്ള ഇഫ്ലാഹ് സമമാണ്. ലാബിത്തിന്റെ ഇഫ്ലാഹ് എതിര് അസ്ലിലുള്ള ലാബിത്തിന്റെ ഇഫ്ലാഹ്. അസ്ലിലുള്ള ലാബിത്തിന്റെ ഇഫ്ലാഹിൽ മഖ്സൂദിലേക്ക് ചേർക്കുന്നതല്ലേ. എന്താ മഖ്സൂദ്? നഫ്സി ഫീമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതിൽ ശരീരത്തെ സൂക്ഷിക്കുക. എന്താ അപ്പൊ പറഞ്ഞറിയോ? കൊല്ലൽ കാരണമായി വന്നാൽ അതിന് പ്രതികാരം ചെയ്യ നിർബന്ധമാണെന്ന്. എന്തിനാ പ്രതികാരം ചെയ്യ നിർബന്ധമായി വന്നത്? അതിനാലുള്ള ഇഫ്ള് ലാബിത്തെന്താ? മഖ്സൂദ് ശരീരത്തെ കാക്കുക തെറ്റിനെ തൊട്ട് എന്നുള്ളതാണ് പ്രതികാരം വെച്ചത്. അപ്പോ അവിടെയുള്ള ആ ലാബിത്ത് അവ ഇക്രാഹ് ആയാൽ അവനെയും കൊല്ലണം. ഇക്രാഹ് എന്ന് പറയുന്ന ആ ഒരു ലാബിത്തുണ്ട് ഇവിടെ. ആ ഇക്രാഹ് കാരണം വെച്ചിട്ടാണ് അവനെ കൊല്ലുന്നത്. അവിടെ ഉദ്ദേശം എന്താണ്? ഇഫ്ളുൻ നഫ്സ് അല്ലേ. എന്നതുപോലെ ഒരു ഇഫ്ലാഹ്, ഈ ഇഫ്ലാഹ് എന്താണോ മഖ്സൂദിലേക്ക് അതേ ഇഫ്ലാഹ് ഷഹാദത്തിലുള്ളത്.
ഫർ എന്താന്ന് പറഞ്ഞാല് എല്ലാവരും കൊല്ലാൻ കാരണക്കാരായി, എന്നാ എല്ലാരും കൊല്ലുന്നു പറഞ്ഞു. എല്ലാരും കൊല്ലും. അതെന്താണ്? അവിടെ സഹാത്ത് സൂറാണ്. ആ സഹാത്ത് സൂറിലെ ഇഫ്ലാ എന്തിലേക്ക് ചേർക്കുന്നു? ഇഫ്ലുൻ നഫ്സ് എന്ന് പറയുന്ന മഖ്സൂദ് അവിടെയുണ്ടല്ലോ. അവിടെ അത് വെച്ചിട്ട് ഖിസാസാക്കി നിർബന്ധമാക്കിയാൽ എന്താ അതിന് മഖ്സൂദ്? ഇഫ്ലുൻ നഫ്സ. ആ രണ്ട് മഖ്സൂദ് അസിലി വരെയുള്ള മഖ്സൂദിലേക്ക് ഇഫ്ലാ എന്ന് പറയുന്ന സമമല്ലേ എന്ന് പറയാം. ഇങ്ങനെ മക്ക മറുപടി അല്ല കെട്ടിക്കൊടുക്കേണ്ടിയാണോ? കുറച്ച് ചിന്തിക്കേണ്ടി വരും. അല്ലാതെ ലാ ഇൽഗാഉ തഫാവുത്തി ബൈനൽ ലാബിത്തി, രണ്ട് ലാബിത്തിന് അഥവാ ഫർഇലുള്ള സഹാദത്ത്, അസിലുള്ള ഇഖ്റാഹ്, ഈ രണ്ട് ലാബിത്തുകൾക്ക് ഇടയിലുള്ള ഏറ്റ വ്യത്യാസം വന്നിട്ട് അതിനെ ലോവാക്കി കളയുക എന്നല്ല. അതെങ്ങനെ? തഫാവുത്ത് ബൈനഹുമ, രണ്ട് ലാബിത്തിന്റെയും ഇടയിലുള്ള തഫാവുത്ത് മുൽഅയാണ് ഫിൽ ഹുക്മി, ഹുക്മിൽ എന്താണ്? ലോവാക്കപ്പെടുന്നതാണ്. ഫഇന്നു അങ്ങനെയാണ് എന്ന് പറയലാണല്ലോ ഇൽഗാക്ക. അത് പറ്റൂല. എന്താ ഇൽഗാഹ് പറ്റൂല എന്ന് പറയാൻ കാരണം? ജവാബ് ബിഹി, ആ ഇൽഗാഹ് ആക്കിയതുകൊണ്ട് മറുപടി കിട്ടൂല, മറുപടി ഉണ്ടാവില്ല. കാരണം തഫാവുത്തി എന്ന് പറയുന്നതിന് ലോവാക്കപ്പെടാം. ഏതുപോലെ? കമാബിൽ അൽ ആലിമു യുഖ്തലു ബിൽ ജാഹിലി, ആലിമിനെ ജാഹിലിന് പകരം കൊല്ലപ്പെടും എന്ന് പറയുന്നതിൽ തഫാവുത്തുണ്ട്. ഒന്ന് ജഹില്, ഒന്ന് ഇൽമു. തഫാവുത്താണല്ലോ. ഈ തഫാവുത്ത് ലോവാക്കപ്പെടും. ചിലപ്പോൾ ലോവാക്കപ്പെടുകയുമില്ല. ഏതുപോലെ? കമാബിൽ ഹുറി, കമാ ഫി അൽ ഹുറു ലാ യുഖ്തലു ബിൽ അബ്ദി, അടിമക്ക് പകരം സ്വതന്ത്രനെ കൊല്ലപ്പെടൂല എന്ന് പറഞ്ഞതിൽ പോലെ അവിടെ എന്താണെന്ന് അറിയാമോ? ലോവാക്കപ്പെടൂലല്ലോ, അവിടെ ലോവില്ല. അൽ ആലിമു യുഖ്തലു ബിൽ ജാഹിലിനടുത്ത് ലോവുണ്ട്. അവ ഇൽമു എന്ന് പറയുന്ന സംഗതി അവിടെ എന്താക്കി? ലോവാക്കി. അവിടെ തവാഫുത്തുണ്ടായും. അപ്പൊ ആ തവാഫുത്തിന് എന്ത് ചെയ്യുന്നറിയാമോ? തോവാക്കപ്പെടാം ഇതിലൊക്കെ. പക്ഷേ അതുകൊണ്ട് എന്തുണ്ടാവൂല? മറുപടി കിട്ടൂല എന്നപ്പോ പറഞ്ഞിരുതാണ്. വൽ ഇത്റാളാത്തു കുല്ലുഹ, എല്ലാ ഇത്റാളത്തുകളും പോണ കൊടുക്ക. റാജിഅത്തുൻ ഇലൽ മൻഇ, അത് തടയുക എന്നതിലേക്കാണ് മടങ്ങുന്നത്. എന്ത് ഇത്റാൾ നടത്തിയാലൊക്കെ മൻഇലേക്കാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദലീലിന്റെ മുഖദ്ദിമയുടെ പേരിൽ ഒരു ദലീലുണ്ട്. ആ ദലീലെ തേടുക എന്നുള്ളതാണ് ഈ ഇത്റാളൊക്കെ കൊടുത്ത് മന്ന് ചെയ്യാണ്. മന്ന് ചെയ്യുമ്പോൾ ഇവിടെ മുസ്തദില് കൊടുന്നു വന്ന ദലീലിന്റെ മുഖദ്ദിമയുണ്ട്. ആ മുഖദ്ദിമയുടെ മേലിൽ എന്താണ് തെളിവ് എന്നപ്പോൾ അവിടെ ചോദിക്കുന്നത്. അതാണ് മന്ന്. ഖാലബിൻ ഹാജിബ്, ഇബ്നു ഹാജിബ് പറയുന്നു, അഖ്സറുൽ ജദീലീന ആൾക്കാരെ പോലെ, അഖ്സറുൽ ജദീലീങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇബ്നു ഹാജിബ് പറയുന്നത് അവിൽ മുആറളത്തി, അല്ലെങ്കിൽ മൻഇലേക്കല്ല മുആറളത്തിലേക്കും മടങ്ങുന്നതാണ്. കാരണം ലിഅന്ന ഖർദൽ മുസ്തദിൽ മിൻ ഇസ്ബാത്തി മുദ്ദഅഹു, ഒരു മുസ്തദിലിന്റെ ആവശ്യം എന്തായിരിക്കും? അവന്റെ വാദം സ്ഥിരപ്പെടുത്തലല്ലേ. ബിദലീലിഹി, അതിനുള്ള ലക്ഷ്യം കൊണ്ടുവന്നവൻ സ്ഥിരപ്പെടുത്തലാണ്. എങ്ങനത്തെ ദലീല്? യകൂനു, അതാകും ലി സിഖത്തി മുഖദ്ദിമാത്തി, അവൻ കൊണ്ടുവന്ന ആ വാദത്തിലുള്ള ദലീലുണ്ടാവുമ്പോ ആ ദലീലിന്റെ മുന്നോടികൾ നന്നാകാൻ പറ്റും. എന്തിനാണത് അങ്ങനെ? തസ്ലാലി ഷഹാദത്തിലഹു, അവന് സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ട്. വലി സലാമത്തിയൽ മുആറളി, എതിർക്കലിനെ തൊട്ട് ഇവൻ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുമാണ് അതിന് എന്താക്കിയ മുഖദ്ദിമ ശരിയാവാക്കൾ ദലീലൊക്കെ കൊണ്ടുവന്നത്. ഇതാണ് മുസ്തദിലിന്റെ ആവശ്യമെങ്കിൽ വഖർദുൽ മുഅ്തരിദ്, മുഅ്തരിദിന്റെ ആവശ്യം എന്താണ്? മിൻ അദ്മി ദാലിക, അത് പൊളിക്കലിനാൽ യകൂനു ബിൽ ഖദീമി സിഖത്തി ദലീലി, ദലീലിന്റെ സിഖത്തിൽ ഖദ്ഹുണ്ട് എന്നാകും. അങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണല്ലോ. ബി മന്നി മുഖദ്ദിമത്തി മിൻഹു, ആ ദലീലിനൊരു മുഖദ്ദിമുണ്ട്, ആ മുഖദ്ദിമയെ മൻ ചെയ്യുകയോ ഔ മുആറളത്തിഹി ബിമാ യുഖാവിമുഹു, അല്ലെങ്കിൽ അതിനോട് കെട്ടപിടിക്കുന്ന ഒന്നുകൊണ്ട് ദലീലിന്റെ മുആറള ചെയ്യലുകൊണ്ടോ എന്താവുക എന്നറിയാമോ? പൊളിച്ചു കളയുക. അങ്ങനെ വരുമ്പോൾ സിഖത്തു ദലീൽ ഖദ് കണ്ടെന്ന് മനസ്സിലാവും. ഖാല മുസന്നിഫു, മുസന്നിഫ് പറഞ്ഞു, കബഅദിൽ ജദലിയീന, ജദലിയാക്കളിലുള്ള ചില ആൾക്കാർ പറയുന്നത് പോലെ പറഞ്ഞു, ഇന്നഹ നിശ്ചയമായിട്ടും ഇത്റാദാത്തുകൾ റാജിഅത്തുന്നത് മടങ്ങുന്നതാണ്. ഇരൽ മൻ, മന്നിലേക്ക് മാത്രം മടങ്ങുന്നതാണ്. അങ്ങനെ മുസന്നിഫ് പറഞ്ഞു.
കമൽതസറ അലൈഹി ഹുന, ഇവിടത്തിൽ അതിന്റെ മേൽ ചുരുക്കി പറഞ്ഞതുപോലെ അവിടെ മാത്രം നിർത്തി. എന്താ കാരണം അന്നൽ മുആറദത്ത് എന്ന് പറഞ്ഞാൽ മൻഇല്ലത്തിയൽ ജിറിയാനി, അത് നടക്കലിനെ തൊട്ട് ഇല്ലത്തിനെ തടയുക എന്നുള്ളതല്ലേ മുആറദത്ത്. അതുകൊണ്ടാണ് പറഞ്ഞതുപോലെ അൽ മുതഖദ്ദിമു വൽ മുഖദ്ദമു അലൈഹി, മുന്നിട്ടാണ് മുത്തഖദ്ദിമ്, അതോടൊപ്പം തന്നെ മുത്തഖദ്ദിമ് അല്ലെങ്കിൽ അവൽ മുഖദ്ദമു അലൈഹി, അവൻ മുഖദ്ദമ് മുഖദ്ദിമി രണ്ടും വായിക്കാം. അൽ ഇസ്തിഫ്സാറോ മുഖദ്ദിമ, ഏതാണ് ഇസ്തിഫ്സാറാണ്. എന്താ ഇസ്തിഫ്സാർ? ത്വരീഅത്തുല്ലഹ, എന്താണ് ഇസ്തിഫ്സാർ എന്നല്ല, ഏതാണത്? അത് ആ മുആറദകൾക്ക് മുന്നിലുള്ള നേതാവാണ്. ഇതുപോലെ ത്വരീഅത്തുൽ ജയ്ഷി, പട്ടാളത്തിന് സൈനികന്മാർക്ക് തലവനായി നിൽക്കുന്നത് പോലെ ഈത്റാദിന്റെ അഥവാ ഈത്റാദാത്ത് കൊണ്ടുവരുന്നതിന്റെ തലവനാണ് ഇസ്തിഫ്സാർ. എന്താ ഇസ്തിഫ്സാർ എന്ന് പറഞ്ഞാല് ത്വലബു ദിക്രി മഅനൽ ലഫ്ളി, ഒരു മാനിയുടെ അർത്ഥത്തെ പറയുക, ഒരു ലഫ്ളിന്റെ അർത്ഥത്തെ പറയുക. എപ്പോ ഹൈസു ഖറാബത്തുൻ ഔ ഇജ്മാലുൻ ഫീഹി, ആ ലഫ്ളിൽ എന്താ ഖറാബത്തുണ്ട്, തിരിയുന്നില്ല, മനസ്സിലാവുന്നില്ല. അതുപോലെ മൊത്തമാക്കി പറഞ്ഞിരിക്കുക, വിശദീകരണമില്ല. ഇത്തരം പദങ്ങളൊക്കെ വരുമ്പോ ആ ലഫ്ളിന്റെ അർത്ഥം ഒന്ന് പറയുക, അത് തേടുക, അർത്ഥം പറയലിനെ തേടുക എന്നുള്ളതാണ് ഇസ്തിഫ്സാർ. വൽ അസഖു, ഇതിൽ അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ അന്ന ബയാനകുമാ, ഇത് രണ്ടിനും വിശദീകരിക്കേണ്ട ആള് അൽ മുഅ്തരിലാണ് ഇത് വിശദീകരിക്കേണ്ടത്. ഇത് രണ്ടിനും ഖറാബത്ത് ഇജ്മാലും മുഅ്തരിദ് വിശദീകരിച്ച് തരണം. കാരണം ഈ അന്നൽ അസ്ല അതുമുഖം അടിസ്ഥാനപരമായി ചിന്തിച്ചാലോട് ഇല്ലാതിരിക്കലാണ്. അപ്പൊ അതുകൊണ്ട് വിശദീകരണം നൽകണം. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് മുഅ്തരിദ് അല്ല അൽ മുസ്തദില്ലി ബയാനു അദ്മിഹിമ, ഖറാബത്ത് അതുപോലെ തന്നെ ഇജ്മാല്, ഇത് രണ്ടും ഇല്ല എന്ന് വിശദീകരിക്കൽ ആരെ പണിയാ? മുസ്തദിന്റെ പണിയാണ്. നമ്മൾ പറയണത് എന്തിന് ഇനി എൽഹറ ദലീൽ, അവൻ കൊണ്ടുവന്ന ദലീൽ വെളിവാണെങ്കിൽ അത് വേണ്ടേ, ഇങ്ങനെ അഭിപ്രായം. വലാ യുകല്ലഫുൽ മുഅ്തരിദു ബിൽ ഇജ്മാൽ, ഇജ്മാൽ കൊണ്ട് ഇത്റാദ് നടത്തുന്ന ആളുണ്ടല്ലോ അയാളോട് കൽപ്പിക്കപ്പെടുകയില്ല ബയാന തസാവിൽ മഹാമിലി, ചുമത്തലുകൾ മുഹഖഖിനോട് എന്താവുക? സമമാകും. ഇങ്ങനെ സമമാകലിനെ വിശദീകരിക്കുക. ലിൽ ഇജ്മാലി ലിഉസ്രി ദാലിക, അത് അവന് പ്രയാസവുമാണ്, പ്രയാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇജ്മാലിനെ തഹഖീഖാക്കുന്ന മഹാമിലുകൾ, തഹഖീഖിനോട് മഹാമിലുകൾ സമമായി വന്നാൽ ആ സമമായതിനെ വിശദീകരിക്കണം. അതെന്താ വിശദീകരിക്കണം എന്ന് മുഅ്തസില പറയാത്തത്? ഓനത് വിഷമമാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ബയാൻ തസാവിൽ മഹാമിൽ അൽ മുഹഖഖിൽ ഇജ്മാലി, ഇജ്മാലിനെ തഹഖീഖാക്കുന്ന വിധത്തിലുള്ള ഹാമിലെ ചുമത്തലുകൾ സമമായി വരികയാണെങ്കിൽ അതിനെ വിശദീകരിക്കണ്ട. അത് ഒരു പ്രയാസം എന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തും മതി? ഫീഹി, മുഅ്തസിലിന് മതി ഫീ ബയാനി ദാലിക, ആ തസാവിയെ വിശദീകരിക്കുന്നത് ഐസ തബറ ബിഹി, അവൻ ബയാൻ കൊണ്ട് ഫ്രീയാക്കുന്ന സമയത്ത് മതി. എന്തു മതി? അന്നൽ അസ്ല, അടിസ്ഥാനം അദ്മു തഫാവുത്തിയ, അത് ഏറ്റ വ്യത്യാസം ഇല്ലാതിരിക്കലല്ലേ എന്നാ. ഫൈൻ ഊരില ബി അന്നൽ അസ്ല അദ്മുൽ ഇജ്മാൽ, അടിസ്ഥാനം ഇജ്മാൽ അല്ല എന്നത് കൊണ്ട് നിരൂപണം നടത്തുകയാണ് എങ്കിൽ പോലും എന്നായിരിക്കാം. അപ്പൊ യുബയ്യൽ മുസ്തദില്ലു അദ്മഹുമാ, ഇവിടെ ഖറാബത്തുമില്ല ഇജ്മാലുമില്ല എന്ന വിശദീകരണം മുസ്തദില്ല് നടത്താൻ നിർബന്ധമാവും. ആ മുസ്തദില്ല് വിശദീകരിക്കണം. ഹൈസു തമ്മൽ ഇത്രാദു അലൈഹി ബിഹിമ, ഇത് രണ്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ മേലിൽ ഇത്രാദ് പൂർത്തിയായ സമയത്ത്. അതെങ്ങനെ ചോദിച്ചാൽ വിശദീകരിക്കല് ബയ്യന ളുഹൂറൽ ലഫ്ളി മഖ്സൂദിഹി, അവന്റെ ഉദ്ദേശം എന്താണോ മുസ്തദിന്റെ ആ ഉദ്ദേശത്തിൽ ഈ ലഫ്ള് ളാഹിറാണെന്ന് വ്യക്തമാക്കി കൊടുക്കുക. ഏതുപോലെ വുളൂഇന്റെ കാര്യത്തിൽ ഫി ഖൗലി, ഒരാൾ പറഞ്ഞില്ലേ വുളൂ ഖുർബത്തുൻ, അത് നിർബന്ധം അല്ല ഇബാദത്താണ്. ഫൽ തജീബ് ബിൽ നിയത്തു, അത് നിയ്യത്ത് നിർബന്ധമാവട്ടെ. അതെങ്ങനെ ചോദിച്ചാൽ ബി അൻഖീല അൽ വുളൂ, പറയപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാൽ വുളൂആവുന്ന യുത്ലഖു നളാഫത്തി വൽ അഫ്ആൽ മഖ്സൂസത്തി, പ്രത്യേക വാക്കുകള് അതുപോലെ തന്നെ വൃത്തി ഇതിന്റെ മേലിലൊക്കെ പറയുന്ന പദമല്ലേ.
എന്ത് വുളു എന്നുള്ള പറഞ്ഞുകൊണ്ട് എതിർക്കാം. ഫയഖൂലു അപ്പൊ അവൻ പറയണം ഹഖീഖത്തുഹു അതിന്റെ ഹഖീഖത്ത് ശർഈയായ ഹഖീഖത്ത് സാനി രണ്ടാമത്തതാണെന്ന് പറയണം. ഞാൻ ഉദ്ദേശിച്ച നദാഫത്തല്ല, രണ്ടാമത്തതാണ്. അപ്പൊ അവിടെ ആ പദം വെളിവാവൽ വ്യക്തമായല്ലോ, ഇങ്ങനെ വ്യക്തമാക്കണം. അപ്പൊ ഒറാബത്തില്ല എന്ന് അല്ലെങ്കിൽ ഇജ്മാലില്ല എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ഫസ്റുൽ ലഫ്ള അല്ലെങ്കിൽ ലഫ്ളിനെ അവൻ വിശദീകരിക്കണം. ബിമഅ്തമിലിൻ മിൻഹു ഇവകളിൽ നിന്ന് എന്തുകൊണ്ട് സാധ്യമായി വരുന്നുവോ അതുകൊണ്ട് വിശദീകരിക്കണം. ബിഫത്ഹിൽ മീമി അസ്താനിയ മീമിന് പത്ത് കൊടുത്തുകൊണ്ട് എന്ത് വായിക്കണം? മഅ്തമിൽ. അപ്പൊ ലഫ്ളിന് എന്തിനിക്കാണ് സാധ്യത വരുന്നത്? ഇന്ന സാധ്യത അതിലുണ്ട് എന്നതുകൊണ്ട് വിശദീകരിച്ച് മറുപടി കൊടുക്കണം. ഖീല പറയപ്പെട്ടിട്ടുണ്ട് ഔ ബിഗൈരി മഅ്തമരിൻ മഅ്തമരല്ലാത്തത് കൊണ്ടും കൊടുക്കണമെന്ന്. മഅ്തമർ അല്ലാത്തത് കൊണ്ടും കൊടുക്കണം എന്നതാണ് ഖീല ബിൻവാരഫിൽ നിന്ന്. കാരണം ഇത് ഗായത്തുൽ അംരി കാര്യത്തിന്റെ അറ്റം അന്നഹു നിശ്ചയമായിട്ടും അവൻ നാത്യക്കും ബിലുഅത്തിൻ ജദീദത്തിൻ പുതിയതായ ഒരു ഭാഷ കൊണ്ടാണ് അവൻ മൊഴിയുന്നത്. വലാ മഹദൂറ ഫീ ദാലിക ആ കാര്യത്തിൽ പേടിക്കാറൊന്നുമില്ലല്ലോ വിശദീകരിക്കുമ്പോ. ബിനാഅൻ എടുത്തതിന് വേണ്ടി പറഞ്ഞതാൽ അന്നൽ ലുഗത്തൽ ഇസ്തിലാഹിയ ലുഗത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹിയത്തുൻ അത് ഇസ്തിലാഹിയായ ഭാഷയാണ്. വറുദ്ധ അതിനെ തട്ടപ്പെടുകയുണ്ടായി അന്ന ഫീഹി ഫത്ഹ ബാബിൽ ലാ യൻസദ്ദു ലാ യൻസദ്ദു ഒരിക്കലും അടഞ്ഞു പോകാത്ത വാതിലിനെ തുറക്കലാണ് അതുകൊണ്ടുണ്ടാകുന്ന ലക്ഷ്യം. وفي قبول دعواه الظهور خيره وفي قبول دعواه الظهور في مقصده അപ്പോൾ അവന്റെ വാദം മഖ്സദിൽ അത് മഖ്സിദിൽ അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അത് വെളിവായിട്ടുണ്ട് ആ പദം എന്ന് അവൻ വാദിക്കുമ്പോൾ ആ വാദം സ്വീകരിക്കുന്നതില് എന്തിനാണത് ളുഹൂറുണ്ടെന്ന് പറഞ്ഞത്? ദഫ്അൽ ഇജ്മാലി അവിടെ ലഫ്ള് ഇജ്മാലല്ലേ, ആ ഇജ്മാല് തടുക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്തിനാ ദഫ് ചെയ്യണത്? ലി അദിമിൽ ളുഹൂരി ഫിൽ ആഖിരി അത് മറ്റൊന്നിൽ വെളിവാവൽ ഇല്ലാത്തതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ആയി വരുമ്പോ അത് സ്വീകരിക്കുക എന്നുള്ളതിൽ ഖിലാഫുൻ അഭിപ്രായ ഭിന്നതയുണ്ട്. വലു അതായത് ലൗ വാഫഖൽ മുസ്തദില്ലു അൽ മുഅ്തരിള ബിൽ ഇജ്മാൽ ഇജ്മാലാണ് എന്നതുകൊണ്ട് മുഅ്തരിദിനോട് മുസ്തദിൽ യോജിച്ചു. എന്തിന്റെ മേൽ? അലാ അദ്മി ളുഹൂരിൽ ലഫ്ളി ഫീ ഗൈരി മഖ്സദിഹി മുസ്തദിൽ ഉദ്ദേശിക്കുന്ന സ്ഥലം അല്ലാത്തയിടത്ത് ഈ ലഫ്ളിന്റെ ളുഹൂർ ഇല്ല. അപ്പൊ ഉദ്ദേശിക്കുന്നിടത്താണ് അങ്ങനെ മുസ്തദിൽ വാദിക്കുന്നു ളുഹൂറഹു ആ പദം വെളിവാവലിനെ ഫീ മഖ്സദിഹി അവന്റെ ഉദ്ദേശ സ്ഥലത്ത് അങ്ങനെ വാദിക്കുന്നു. ഇങ്ങനെയായി വന്നാൽ അവിടെ ഖിലാഫുണ്ട്. അപ്പോ വഖീല പറയപ്പെട്ടിട്ടുണ്ട് യുഖ്ബലു അത് സ്വീകരിക്കാം. എന്തുകൊണ്ട്? ദഫ്അൻ ലിൽ ഇജ്മാൽ അല്ലദി ഹുവ ഖിലാഫുൽ അസ്ൽ മഖീസ് അലഹിനോട് എതിരായി വന്ന ഒന്നാണല്ലോ ഇജ്മാൽ. ആ ഇജ്മാലിനെ തടുക്കാൻ വേണ്ടി സ്വീകരിക്കാം. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം ലാ യുഖ്ബലു സ്വീകാര്യമല്ല. കാരണം ലഅന്ന ദഅവൽ ളുഹൂരി ബഅദ ബയാനിൽ മുഅ്തരിദിൽ ഇജ്മാൽ മുഅ്തരിദ് ഇജ്മാലാണെന്ന് വാദിച്ചു, പിന്നെ വിശദമാക്കി തന്നു. അങ്ങനെ വിശദീകരിച്ചതിന് ശേഷം പിന്നീട് മുസ്തദിലിന്റെ ഉദ്ദേശ സ്ഥലത്ത് ഈ പദം വെളിവാകുന്നു എന്നുള്ള വാദം ലാ അസറ ലഹ അതിന് യാതൊരു സ്ഥാനവുമില്ലല്ലോ. വഇൻ കാലത്ത് അലാ വിഫ്ഖിൽ അസ്ലി അസ്ലിനോട് യോജിക്കലിന്റെ മേലിൽ ഈ വാദം നടന്നാൽ പോലും സംഗതി യാതൊരു സ്ഥാനം അതിനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പറയണ്ട, സ്വീകരിക്കണം എന്ന് പറഞ്ഞ ശരിയല്ല. മഹിത്തമീൻ അല്ലാത്തത് കൊണ്ട് പറയാന്നും പറഞ്ഞല്ലോ ഖീല. അതെങ്ങനെയാ? അതിന്റെ വിശദീകരണം ഞാൻ റഅയ്തു അസദൻ ഞാൻ സിംഹത്തെ കണ്ടു എന്ന് പറഞ്ഞു. സിംഹത്തെ കണ്ടു എന്ന് പറയുമ്പോൾ അവനോട് ആ അസദിന്റെ വിശദീകരണം തേണം. എന്താണ് അസദ്? അപ്പോൾ അസദിനെ വിശദീകരിച്ചത് എന്താ? ബിൽ ഇമാരി കൈത കൊണ്ട്. ഇത് കൈത എടുക്കുക. അപ്പൊ അതിന് പറയുക ഈ മഅന മുഅ്തമിൽ അസദി അത് അസദി എന്ന് പറയുന്ന ആ പദത്തിന് ഇഹ്തിമാലല്ലോ എന്നാണ്. അപ്പോ മുസ്തദിൽ പറയണം ഹാദാ ഇസ്തിലാഹു ലി ഇത് എന്റെ പുതിയൊരു ഇസ്തിലാഹാണ്. സിംഹം എന്ന് സാധാ കരുതിയത് പോലെയല്ല ഇപ്പൊ കൈതയാണ് സിംഹത്തിന് വിശദീകരിച്ചത്. ഇതിന്റെ പുതിയൊരു ഇസ്തിലാഹിയത്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാന്ന് പറയാൻ
ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിമുൽ ബില്ലാഖിറി ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോ മുസ്തദില് മുഅത്തദിലിനോട് യോജിക്കാന്നുള്ളിടത്ത് മുസ്തദില്ലു. ഇനി ചിലവര് മുസ്തദില്ല അൽ മുഅത്തദിൽ തിരിച്ചു മറിച്ചൊക്കെ ആക്കിയിട്ടുമുണ്ട്. അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതിൽ നോക്കാം, അതിന്റെ ശറയിലൊക്കെ നോക്കാം. ഇന്നത്തെ ക്ലാസ് ഈ വിശദീകരണത്തോടുകൂടി തൽക്കാലം നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ തുടരാം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഖവാദി തഖ്സീം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ തഖ്സീമിലേക്കാണ് പോകുന്നത്. ഇത്രയും നമ്മൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒന്നുണ്ട്, തത്വം. എല്ലാ ഭാഗങ്ങളും അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായി. നഹ്വ്, മആനി, ബയാനി, മന്തിഖ്, മജാസ് പോലത്തെ വിഷയങ്ങളൊക്കെ നല്ലോണം അറിഞ്ഞവർക്ക് ജംഉ തിരിയാൻ കഴിയുമെന്ന് മനസ്സിലായി. അല്ലാഹു തആല എല്ലാം റാഹത്താക്കി തിരിയാനുള്ള അഖർ തന്നു, റാഹത്താക്കി തരട്ടെ. ഇതുവരെ എടുത്ത ക്ലാസുകളെല്ലാം അള്ളാഹു നമുക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിൽ ആക്കട്ടെ. ഇതുപോലെ ഇനിയും പഠിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അള്ളാഹു നൽകട്ടെ, നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. ഇത്തരം പ്രചോദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുണ്ട് ഈ ഗ്രൂപ്പിലൊക്കെ. അവർക്കും അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായാലും ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പ്രതികരിക്കണം, അതാണ് എന്റെ സന്തോഷം. ക്ലാസ് എടുത്തത് നന്നായി എന്ന് പറയുകയാണെങ്കിൽ ഇവരവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇന്ന കുറവുകളുണ്ട്, അത് നികത്തി തരണം ഉസ്താദെ, അല്ലെങ്കിൽ ഇന്ന സംശയം അതിലുണ്ട്, ആ ഭാഗം ഒന്ന് വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ ആണല്ലോ നമ്മളെ പഠനങ്ങൾ. അപ്പൊ ഞാനും പഠിക്കുന്നു, നിങ്ങളും പഠിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ ഈ ക്ലാസ് വിട്ടിട്ടില്ല. വിടാതിരുന്നപ്പോൾ ആരും അതിനെ പ്രതികരിച്ചതായി കണ്ടില്ല. ചിലപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇവനിക്കും ലീവാകാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എങ്കിൽ ഇന്നേ വരെ ഈ ക്ലാസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഇന്നലെയാണെങ്കിൽ ലീവ് എടുക്കേണ്ടി വന്നു പോയതാണ്. ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ സമയം കിട്ടിയില്ല. പിന്നെ എല്ലാവരും ഉറക്കിന് ടൈമായിരിക്കും എന്നും വിചാരിച്ച് എനിക്ക് ഉറപ്പവും വന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് ഞാൻ ഇന്നലെ വിടാഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഒന്നും ഒഴിയാതെ നിത്യേന വിടാനുള്ള സമയം തന്റെ വിവേകം അള്ള തന്നു അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ദ്വായരക്കുക. എന്റെ കാര്യം വിജയിക്കണം, പ്രത്യേകിച്ച് ദ്വായരക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.